തിരുവനന്തപുരത്തെ അവസ്ഥ നോക്കാം. ആഷ്ലി, തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണ്? പ്രധാനപ്പെട്ട ആശുപത്രിയിലൊക്കെ തന്നെ നമ്മൾ അന്ന് പോയിരുന്നു. അന്ന് ഒരുപാട് മരുന്നുകൾ, ആവശ്യം വേണ്ട മരുന്നുകൾ, ഡയാലിസിസ് രോഗികളുമായി ബന്ധപ്പെട്ട ഫ്ലൂയിഡ്, ഇതൊക്കെ വലിയൊരു പ്രതിസന്ധിയെ നിലനിന്നിരുന്നു. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഇതപ്പാടെ അത് കുപ്രചരണമാണ്, കരിവാരി തീർക്കാനുള്ള ചില പ്രചരണങ്ങൾ മാത്രമെന്നാണ് വസ്തുത. ഇന്ന് എന്താണ്? എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? രജിഷ, ഈ കഴിഞ്ഞ 9 മണി തൊട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി OPയുടെ മുമ്പിലുണ്ട്. ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി OP ആണ്. അപ്പോൾ ഞാനിവിടെ 9 മണി തൊട്ട് നിൽക്കാൻ തുടങ്ങിയതാണ്. ഞാനിവിടെ രോഗികൾ മരുന്ന് വാങ്ങിക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നതാണ്. ഇവരോടൊക്കെ ചോദിച്ചപ്പോഴും ഇതിൽ ഒരാൾക്ക് പോലും എല്ലാ മരുന്നുകളും കിട്ടിയ രോഗികൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാവർക്കും ഇപ്പോൾ ഒരു 5 മരുന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ 3 എണ്ണം പുറത്തു നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലിവിടെ ഉള്ളത്. നമുക്കറിയാം, സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രോഗങ്ങളുമായൊക്കെ എത്തുന്ന ആളുകളാണ്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ കിഡ്നി സംബന്ധമായ അസുഖവും ഹൃദയ സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവരാണ്. ഒരു മാസത്തേക്കൊക്കെയുള്ള മരുന്നുകളാണ് സാധാരണ ഡോക്ടർമാർ കുറിച്ച് നൽകുന്നത്. ഈ മരുന്നുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ചെറിയ പനിയുടെ മരുന്നുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം 200-300 രൂപയിൽ ഒതുങ്ങുമായിരിക്കാം. പക്ഷേ ഈ വലിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഇതൊക്കെ. 2000-3000 മുകളിലേക്കുള്ള മരുന്നുകൾ മാത്രമാണ്. ഇപ്പോൾ ഈ രോഗികൾക്ക് ഇത് സ്വകാര്യ ഫാർമസിയിൽ പോയി ഇത് വാങ്ങിക്കുക എന്ന് പറയുന്നത് പലർക്കും ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാഴ്ചയിലേറെ നമ്മൾ ഇത് സംബന്ധിച്ച് വാർത്ത നൽകുന്നതാണ്. പക്ഷേ ഇന്നലെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് അടിസ്ഥാനരഹിതമാണ്, മരുന്ന് ക്ഷാമം സംസ്ഥാനത്തില്ല, അല്ലെങ്കിൽ ഇത്തരമൊരു വാർത്ത അത് അടിസ്ഥാനരഹിതമാണ്, മാധ്യമ സൃഷ്ടിയാണെന്നുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത വാർത്തയിൽ പ്രതികരണം ചോദിച്ചപ്പോഴും അത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ രോഗികളുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. എന്തായാലും നമുക്ക് രോഗികൾ തന്നെ ഇവിടെ എത്തിയ ഫാർമസിയിലെത്തി നിൽക്കുന്ന രോഗികൾ തന്നെയുണ്ട്. ഇവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? എത്ര മരുന്ന് കിട്ടി? ഇന്നലത്തെ തൊണ്ടിൽ 2 കിട്ടിയുള്ളൂ. ഇന്നത്തെ തൊണ്ട് കാർഡിയോളജി അതിൽ 4 ഐറ്റങ്ങളിൽ 1 ഐറ്റം കിട്ടിയുള്ളൂ. ബാക്കി പുറത്ത് വാങ്ങാനാണ് ഇവർ പറയുന്നത്. ഇവിടെ ഇല്ലെന്ന്. ചേട്ടന് ഏത് അസുഖവുമായി ബന്ധപ്പെട്ട? ഇത് യൂറോളജി. നേരത്തെ വരുമ്പോഴൊക്കെ മരുന്ന് കിട്ടാറുണ്ടോ ഇവിടെ? ചില ദിവസങ്ങളിൽ 1-2 ഐറ്റം കിട്ടും, ബാക്കി കിട്ടില്ല. പുറത്ത് വാങ്ങിയുണ്ട്. മെനങ്ങാന്നും 10 630 രൂപ എടുത്ത് വാങ്ങിച്ചു. 100 രൂപയുടെ മുകളിലായി. 630 രൂപ. അതിനുള്ള ശേഷിയില്ല, ജോലിയില്ല. ചേച്ചി, ഇപ്പം എന്ത് സംബന്ധിച്ച ഏത് രോഗമായിട്ടാണ് വന്നത്? ഇപ്പം ഇവിടെ ഷുഗർ, പിന്നെ ഈ നെഫ്രോളജി ഡോക്ടറെ, ഇന്നിപ്പോൾ നെഫ്രോളജി ഇല്ല, ഞങ്ങൾ ഷുഗറിൻ്റെ ഡോക്ടറെ കാണാനാണ് വന്നത് ഇന്ന്. പിന്നെ അത് ഗുളികകൾ കുറിച്ചിട്ട് 4 ഗുളിക കുറിച്ച് ഒന്നും ഇവിടെ ഇല്ല, ഒരെണ്ണം പോലും കിട്ടിയില്ല. ഷുഗറിൻ്റെ മരുന്നൊന്നുമില്ല? ഒന്നുമില്ല. എന്താ പറയുന്നത്? എന്താ ഇവിടെ ഇല്ല, ഇപ്പം വന്നിട്ടില്ല, തീർന്നെന്നാണ് പറഞ്ഞത്. പുറത്ത് പോയി വാങ്ങിക്കേണ്ടി വരും. വാങ്ങിക്കണം. ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നത് അങ്ങനെ ഒരു മരുന്ന് ക്ഷാമമൊന്നും ഇല്ല, മരുന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലാതിരിക്കുക. തൈറോയിഡിൻ്റെ ഗുളികയാണ് കഴിഞ്ഞ മാസം വരെ തന്നതാണ്. ഇപ്പോൾ ഈ തൈറോയിഡിൻ്റെ ഗുളികയില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ ഫോളിക് ആസിഡിൻ്റെ ഗുളികയില്ലാത്ത ഒരു സർക്കാർ ആശുപത്രി ഇല്ല, അതുപോലും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അമ്മയും കൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ ഗ്ലിമിപ്രൈഡ് 2 mg ടാബ്ലറ്റ് ഇല്ല, ഒന്നുമില്ല. ഒരു ടാബ്ലറ്റ് ഇപ്പോൾ കിട്ടാനില്ല. അവർ പറയുന്നത് വരുന്നില്ല, പൈസ കൊടുക്കാണ്ട് എന്നൊക്കെയാണ് പറയണത്. നമുക്കത് അറിഞ്ഞൂടാ. നമ്മളെന്ത് ചെയ്യാനാണ്? നമ്മളിത് പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ എത്ര രൂപയാവും? ഈ തൈറോനോമിന് 25 mg 120 ടാബ്ലറ്റിന് 160 രൂപയ്ക്ക് പുറത്ത് പോകണം. അത് ഒരു മാസം കഴിക്കുമ്പോൾ എത്ര ടാബ്ലറ്റ് വേണ്ടി വരും? ഇത് 75 ഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. 25ൻ്റെ 3 എണ്ണം വെച്ച് കഴിച്ചാലേ അതാവുള്ളൂ. ഒരു മാസത്തേക്ക് 3 ബോട്ടിലെങ്കിലും എടുക്കേണ്ടി വരും. 160 രൂപ വെച്ച് 3 ബോട്ടിലായപ്പോൾ എത്ര രൂപയായി? നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് സർക്കാർ ആശുപത്രി മാത്രമേ ഉള്ളൂ ആശ്രയം എന്ന് പറയുന്നത്. നമ്മളിവിടെ വരുന്നത് മരുന്ന് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അമ്മയ്ക്ക് കഴിക്കേണ്ടത് 1 മാസത്തെ ടാബ്ലറ്റാണ് ഷുഗറിൻ്റെത്. അത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതില്ല. വെളിയിൽ നിന്ന് എഴുതുന്ന ടാബ്ലറ്റ് നമുക്ക് ഗ്ലിമിപ്രൈഡ് മേടിക്കാൻ തന്നെ ഒരു 10 ടാബ്ലറ്റിന് 90 രൂപയ്ക്കാണ് അവർ തരുന്നത്. ഏത് മെഡിക്കൽ സ്റ്റോറിൽ, ഏത് നീതി മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും ഈ 90 രൂപയ്ക്കാണ് തരുന്നത്. നമ്മളെന്ത് ചെയ്യാനാണ്? പ്രതീക്ഷ, ഇത് ഈ പറയുന്നത് നമ്മളൊന്നും അല്ല, ഇവിടെ എത്തുന്ന ആഷ്ലി, ഒന്നേ ഉള്ളൂ. ആരോഗ്യമന്ത്രി ഇത് കണ്ണു തുറന്ന് കാണണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരോഗ്യമന്ത്രിക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഈ പ്രതികരണമൊക്കെ ആരോഗ്യമന്ത്രിക്ക് ഉപദേശകങ്ങൾ നൽകുന്ന ഉപദേശക വൃന്ദങ്ങളൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കണം. അതല്ല എങ്കിൽ
ഈ പറയുന്ന ആളുകൾ സർക്കാരിനെയും ഈ ആരോഗ്യവകുപ്പിനെയും കരിവാരിത്തേക്കാനാണെങ്കിൽ നിയമ നടപടി സ്വീകരിച്ച് ഇവർക്കെതിരെ കേസ് എടുക്കണം. അല്ലാതെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആളുകളെ പരീക്ഷിക്കരുത്, വന്നിരുന്ന കുപ്രചരണമാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസ് ഇതൊരു ജനങ്ങളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ്. അങ്ങ് പാലക്കാടും കോഴിക്കോടുമൊക്കെ ഉണ്ടായിട്ടുള്ള പല പ്രതികരണങ്ങൾ എടുത്തപ്പോൾ പലരും വിങ്ങിപ്പൊട്ടുകയാണ്. കാരണം എത്രയോ നാളുകളായി അവർക്ക് കയ്യിൽ പൈസയില്ല, ക്ഷേമ പെൻഷനില്ല, പെൻഷനൊക്കെ തുക കൊണ്ട് മരുന്ന് വാങ്ങിയവർക്ക് ആ ഒരു അവസ്ഥ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ കൃത്യമായും ഇങ്ങനെ ആശുപത്രിയിൽ നിന്നും തന്നിരുന്ന മരുന്ന് ഇല്ലാതെ വരുമ്പോൾ അവർ വിങ്ങിപ്പൊട്ടുക സ്വാഭാവികമാണ്. ആക്ച്വലി ഒരു കാര്യം, ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ കുറച്ചുകൂടി നമ്മൾ പരിശോധിച്ചാൽ എന്താണ് ഇതിലൂടെ പ്രധാന പ്രശ്നമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തലത്തിൽ ഇത് അപ്പാടെ അങ്ങ് എല്ലാം കള്ളമെന്ന് പറയുകയാണോ, അതല്ല ഏതെങ്കിലും ചെറിയ അംശത്തിലെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ട്, തിരുത്തും, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം മുമ്പ് കൊടുത്ത ക്യാമ്പയിന് ശേഷം എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? രജീഷ്, ഇന്നലെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ പ്രശ്നം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അപ്പോഴും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആശുപത്രിയിൽ നിലവിലില്ല എന്നുള്ളതാണ് മന്ത്രി ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നമ്മൾ തന്നെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ ക്യാമ്പയിൻ കൊടുത്തിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ആശുപത്രിയിൽ അങ്ങനെ ഒരു മരുന്നിന് ക്ഷാമമില്ല. പിന്നെ ചില മരുന്നുകൾ രോഗികളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ചില മരുന്നുകൾ ഇല്ലാതാകുന്നു എന്നുള്ള അവസ്ഥ മാത്രമേ നിലവിലുള്ളൂ എന്നുള്ള കാര്യമാണ് മന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി നമ്മൾ തന്നെ ഈ നഗരത്തിലുള്ള വലിയ ആശുപത്രികളിലെ കാര്യം മാത്രമല്ല ഇത്, നമ്മൾ ഈ ഗ്രാമീണ മേഖലയിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. പല പ്രാഥമിക കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഒക്കെ പോയാലും അവിടെ എവിടെയും മരുന്നുകൾ കിട്ടാനില്ല.